പ്രിയപ്പെട്ടവരെ, മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥ തലത്തിലെല്ലാ അതുപോലെ ജനപ്രതിനിധി തലത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. മാത്രമല്ല, അടിയന്തരമായ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ക്യാമ്പുകൾ തുടങ്ങണമെങ്കിൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങണമെങ്കിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്കൊക്കെ തന്നെ അതിനുള്ള ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ വന്നു പട്ടാമ്പിയിൽ. നമ്മുടെ പട്ടാമ്പി പാലത്തിന്റെ അവിടെയൊക്കെ വെള്ളം കയറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. മാത്രമല്ല, നമ്മുടെ പുഴയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിലെ ഡാമുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ടെങ്കിലും വീടുകളിലൊന്നും വല്ലാതെ വെള്ളം കയറിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഇനി കയറാനുള്ള സാധ്യതയുണ്ട്. പലമ്പുഴ നിലവിൽ തുറക്കുന്ന സാധ്യതയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ തുറക്കേണ്ടി വരികയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാങ്കല്ല് 27 ഷട്ടറുകളിൽ 23 എണ്ണമാണ് ഇപ്പൊ തുറന്നിട്ടുള്ളത്. ബാക്കി 4 എണ്ണം തുറക്കാനുണ്ട്. അത് കളക്ടറുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇറിഗേഷൻ വകുപ്പിന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ആ വെള്ളിയാങ്കല്ലിലെ ആ 4 ഷട്ടറുകളിൽ 2 എണ്ണം കൂടി തുറന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ ഇത്ര വെള്ളം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ മരങ്ങൾ മുറിക്കുന്നത്, പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് മരങ്ങൾ വികസന സമിതിയിലൊക്കെ ചർച്ചയുടെ ഭാഗമായി മുറിച്ചതുകൊണ്ട് നിലവിൽ വലിയ അപകടങ്ങളിലേക്കൊന്നും തന്നെ അത് പോയിട്ടില്ല. എന്നിരുന്നാലും ജാഗ്രതയോടുകൂടി നമ്മളെല്ലാവരും ഇരിക്കണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ നാളെയും മഴ രൂക്ഷമായി തുടരുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നാണ് വിചാരിക്കുന്നത്. നിലവിൽ വലിയ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. എന്നിരുന്നാലും എല്ലാവരും ജാഗ്രതയോടുകൂടി, പ്രത്യേകിച്ച് പുഴയുടെ തീരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, ഇവിടെ മഴ പെയ്തിട്ടില്ലെങ്കിലും മുകളിൽ മഴ രൂക്ഷമായിട്ട് പെയ്യുകയാണെങ്കിൽ, വലിയ മഴ പെയ്യുകയാണെങ്കിലൊക്കെ തന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിലവിൽ അത്തരത്തിൽ അപകടങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ കരുതിയിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.